അടുത്ത ഒരു റമദാന് വരുമ്പോ അല്ലാഹുവേ നമ്മളെ കൂട്ടത്തില് ഇനി ആരൊക്കെയാണ് അതിലുണ്ടാകാം എന്ന് നമുക്കറിയൂല. ആരാണ് അടുത്ത ഒരു റമദാന് ഇനി നമ്മളിലേക്ക് വരികയാണ്. റമദാൻ ഇനിയും വരുമല്ലോ അല്ലേ? റമദാൻ ഇനിയും വരും. റമദാൻ ഇനി വരുമ്പോ അടുത്തൊരു വർഷം നമ്മൾ ഉണ്ടാകുമോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ നോമ്പ് നോൽക്കാനും ഇതിനൊക്കെ ഭാഗ്യം ഉണ്ടാവുമോ? കുറെ ആളുകള് റമദാനായിട്ട് നോമ്പൊന്നും നോൽക്കാൻ കഴിയാതെ രോഗം കാരണം വിഷമം പ്രയാസമൊക്കെ ആയിട്ട് കഴിയുന്നവർ അങ്ങനെയുണ്ട്. നമ്മൾ എങ്ങനെയാണെന്ന് അറിയില്ല. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു തരട്ടെ. നിങ്ങൾ ഉറക്ക ആമീൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, എല്ലാവർക്കും എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കുക റബ്ബേ. എല്ലാവർക്കും എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കുക അല്ലാഹ്. എല്ലാവർക്കും എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കുക അല്ലാഹ്. നീ എല്ലാം റാഹത്താക്കി കൊടുക്കുക അല്ലാഹ് ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ നിങ്ങള് വിഷയങ്ങള് പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. റമദാൻ മാസം കഴിയാനായി. അരവിന്ദിലാവിന്റെ നോട്ട് പുസ്തകം അൽഹംദുലില്ലാഹ് എത്ര പേജായി എഴുതിയിട്ട്? എത്ര പേജായി? 10-20-30 പേജൊക്കെ ആയോ? എത്ര പേജായി നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട്? എല്ലാരും എഴുതി വെക്കണം. ചരിത്രങ്ങൾ എഴുതി വെക്കണം. ഇനി നല്ലൊരു സംഭവം പറയാൻ പോവാണ്. പരിശുദ്ധ റമദാൻ വിട പറയുമ്പോ അതിനെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ പഠിപ്പിച്ച ഒരു ഹദീസ്. അൽഹംദുലില്ലാഹ് ഒരു ബുക്ക് തീർന്നു. മാഷാ അല്ലാഹ് 40 പേജ്, 35 പേജ്, 50 പേജ്. മാഷാ അല്ലാഹ് നോട്ട്ബുക്ക് ഫുള്ളാവാനായി 11 പേജ്. ഒരുപാടായി ഉസ്താദേ. അൽഹംദുലില്ലാഹ് 35. മാഷാ അല്ലാഹ്. ആയിക്കോട്ടെ. അല്ലാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വിഷയം കൂടി എഴുതി വെക്കുക കേട്ടോ. ഇന്നത്തെ വിഷയം കൂടി എല്ലാവരും എഴുതി വെക്കുക. എല്ലാ മുഅ്മിനീങ്ങളും ഇൻഷാ അല്ലാഹ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. പുണ്യമായ റമദാൻ നമ്മളോട് വിട പറയുമ്പോ പരിശുദ്ധ റമദാനിന്റെ മഹത്വങ്ങൾ നിറഞ്ഞ രാത്രികളും രാവുകളും നമ്മളോട് വിട പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അറിവിന്നിലാവിന്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, സ്നേഹത്തോടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളൊരു വിഷയമാണ്. വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. പറയുന്നത് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ വഅൻ ജാബിരിൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ഞങ്ങൾ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുത്തു സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബ, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ അതിങ്ങനെ പറയുമ്പോ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. കണ്ണിലിങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എന്തിനാണ് നബിയെ തങ്ങൾ സങ്കടപ്പെടുന്നത്? അവിടത്തെ കണ്ണ് നിറയുന്നത് എന്തിനാ? അവിടത്തെ കണ്ണ് നിറയുന്നത് എന്തിനാ? ആരംഭ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മഹത്തായ ആ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ചരിത്രം വിഷയം നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ, അറിവിനിലാവിന്റെ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്. എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നേ, ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ റമളാൻ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന സ്വഹാബ,
പവിത്രമായ വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അവസാന ദിനരാത്രങ്ങൾ അടുത്ത് വരുമ്പോ റമദാനിന്റെ വിലമതിക്കാത്ത വിലപിടിപ്പുള്ള മഹത്തായ പവിത്രതകളിലേറെ പുണ്യങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ഓരോ രാത്രികൾ ഇങ്ങനെ അടുത്ത് വരുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ബഖത്തുസ് സമാവാതു വൽ അർളു വൽ മലായികതു മുസീബത്തുൽ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിന് വരാൻ പോകുന്ന ആ മുസീബത്തിനെ ആലോചിച്ച് അഥവാ അവർക്ക് വരാൻ പോകുന്ന നഷ്ടത്തെ കുറിച്ച് ആലോചിച്ച് അഥവാ അവരെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഒരു സൗഭാഗ്യം അസ്തമിക്കുന്ന സൗഭാഗ്യങ്ങൾ അവസാനിക്കുന്ന ഒരു നിമിഷത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ബഖത്തുസ് സമാവാതു വൽ അർളു വൽ മലായിക അല്ലാഹുവിന്റെ ആകാശലോകങ്ങൾ മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഹാബ. വൽ അർളു വിശാലമായി പരന്നു കിടക്കുന്ന ഭൂമിലോകം കരയുകയാണ് സഹാബ. വൽ മലായികത്തു മലക്കുകളും കരയുകയാണ്. അല്ലാഹുവിന്റെ അടിമകളായ അല്ലാഹുവിന്റെ സൃഷ്ടികളായ ആകാശ ഭൂമി ലോകം കരയുന്ന ഒരു സമയം വരുന്നുണ്ട് സഹാബ. അത് എപ്പോഴാണെന്നറിയോ? ഇദാ കാന ആഖിറു ലൈലത്തിൻ മിൻ റമളാൻ, പരിശുദ്ധ റമദാനിലെ അവസാനത്തെ രാത്രിയാകുമ്പോഴാണ്. റമദാനിന്റെ അവസാനത്തെ രാത്രിയാകുമ്പോ അല്ലാഹുവിന്റെ ആകാശ ഭൂമി ലോകങ്ങൾ പൊട്ടി പൊട്ടി കരയുമെന്നാണ് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ അയ്യ മുസീബത്തിൻ ഹിയ, അതെങ്ങനെയാണ് മുസീബത്താകുന്നത് നബിയേ? അതെങ്ങനെയാണ് നഷ്ടമാകുന്നത് തങ്ങളെ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇവിടെ മുസീബത്ത് എന്ന് പറഞ്ഞാൽ തഹാബു റമളാൻ മാസത്തിന്റെ വിട പറച്ചിലാണ്. മാസത്തിന്റെ വിട പറച്ചിലെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വല്ലാത്ത നഷ്ടമാണ്. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമാണ്. അതാണ് ഇവിടെ മുസീബത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അഥവാ നമുക്ക് അല്ലാഹു തന്ന വിലമതിക്കാത്ത സുഹൃത്തുക്കളുണ്ടല്ലോ, അത് അവസാനിക്കുന്ന സ്വഹാബ. അത് റമളാൻ മാസം വിട പറയലോടുകൂടെ അവസാനിക്കുകയാണ്. ഇതാലോചിച്ചുകൊണ്ടാണ് ആകാശങ്ങൾ കരയുന്നത്. ഇതാലോചിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഭൂമികൾ കരയുന്നത്. ഇതാലോചിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങൾ മുഴുവനും ഈ ഭൂമി ലോകത്തിൽ നിന്ന് കരഞ്ഞു പോകുന്നതെന്ന് മുത്തു റസൂലുള്ള പറഞ്ഞതായി മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാൻ, സുഹൃതങ്ങളുടെ വാനലോകം അല്ലാഹു തുറന്നതെന്ന പരിശുദ്ധമായ റമളാൻ, എത്ര തെറ്റ് ചെയ്തവൻ തൗബ ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കുന്ന പരിശുദ്ധമായ റമളാൻ. റമളാനിന്റെ അവസാന നാളുകൾ വരുമ്പോ ശ്രേഷ്ഠതകൾ വർദ്ധിക്കുകയാണെന്ന് പഠിപ്പിച്ച ഒരേ ഒരു മാസം അത് പരിശുദ്ധമായ റമളാൻ. ആകാശഭൂമി ലോകങ്ങൾ ആകാശങ്ങൾ കരയുന്ന ഒരു സംഭവം മുത്ത് റസൂലുള്ള സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, അത് ദാബു റമളാനാണ്. റമളാൻ മാസത്തിന്റെ വിട പറച്ചിലാണ്. റമളാനിലെ അവസാന വെള്ളിയാഴ്ചയാണ് ചൗപ്പക്കാരാൻ. റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഉമ്മമാരെ പാപ്പമാരെ. ഇനി ഒരു റമളാൻ വരുമ്പോ നമ്മൾ ആരെല്ലാം ആ റമളാനിന് സ്വീകരിക്കാമുണ്ടാകുമെന്നറിയൂല. 27 കാണാൻ ഇനി നമ്മളുണ്ടോ എന്നറിയൂല. അടുത്ത റമളാനിലെ വെള്ളിയാഴ്ച പള്ളിയിൽ പോവാന് സൂറത്തുൽ കഹ്ഫ് ഓതാൻ നമ്മളുണ്ടോ എന്നറിയൂല. അടുത്ത റമളാൻ മാസം വരുമ്പോ നോമ്പെടുക്കാനും തറാവീഹ് നിസ്കരിക്കാനും സുഹൃതങ്ങൾ ചെയ്യാനും സ്വതക്കകൾ ചെയ്യാനും നന്മകൾ ചെയ്യാനും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും അല്ലാഹ്
നമ്മളുണ്ടോ എന്ന് നമുക്കറിയൂല പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ ഒരുപാട് റമദാനിൽ ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ഉമ്മയുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ബാപ്പയുണ്ടായിരുന്നവല്ലോ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ഭാര്യ ഭർത്താവ് ഉണ്ടായിരുന്നവല്ലോ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ പള്ളിയിൽ പോവാനും തറാവി നിസ്കരിക്കാനും 27 മറ്റേട്ടരാവിനും ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ച് പള്ളിക്കകത്തിരിക്കാൻ നമ്മുടെ കൂട്ടുകാരനില്ലായിരുന്നോ ചെറുപ്പക്കാരാ? ഈ റമദാനിൽ അവർ മരണപ്പെട്ടു പോയില്ലേ? അടുത്ത റമദാൻ വരുമ്പോ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ പോവാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം തരോ അറിയൂല. ഇനി വിലമതിക്കാത്ത ദിവസങ്ങളാണ്, ഇത് വിലപിടിപ്പുള്ള ദിവസങ്ങളാണ്, ഇനി ചുരുങ്ങിയ ദിവസങ്ങളാ നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹുവേ, ആ ദിവസം ഉപയോഗപ്പെടുത്തിയിട്ട് റബ്ബിലേക്ക് മനസ്സറിഞ്ഞ് മടങ്ങിയിട്ട് അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. ഈ അവസാനത്തെ 10 നരകത്തിൽ നിന്ന് പാപമോചനം നേടുന്ന പത്താണല്ല അല്ലാഹ്. ഈ അവസാനത്തെ രാവുകൾ, ഇനി വരാൻ പോകുന്ന അവസാന നിമിഷങ്ങൾ, റമദാൻ 28 രാവായെന്ന് ഇനി 29 രാവാണ് നമുക്കുള്ളത്. ഒരൊറ്റ രാവും കൂടിയാ നമുക്ക് വരാനുള്ളത്. ആ രാവിൽ നമുക്ക് റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്യാം. ആ രാവിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മുടെ വീടിന്റെ അകത്തിരുന്ന് കണ്ട് നമ്മുടെ വീട് ഒറ്റയിട്ട് രാവുകളെ പ്രകാശിപ്പിക്കുന്ന വീടായി മാറണം. നമ്മുടെ വീടുകളിൽ എത്തിയിട്ട് രാവുകളെ കൊണ്ട് പ്രകാശിക്കുന്ന വീടായി നമ്മുടെ വീട് മാറട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നലെ ലക്ഷക്കണക്കിന് വീടുകളിലാണ്, ലക്ഷക്കണക്കിന് ഉമ്മമാരാ, ലക്ഷക്കണക്കിന് സഹോദര സഹോദരിമാരാണ് പരിശുദ്ധമായ റമദാനിന്റെ 27 രാവിന് ആ പ്രിയപ്പെട്ട കുടുംബങ്ങൾ അവരെ വീട് പ്രകാശമാക്കിയത്, അവരെ വീട്ടിലേക്ക് വെളിച്ചം നൽകിയത്. 27 രാവിലെ കിടന്നുറങ്ങാതെ ഖുർആനും ദിക്റുകളും സൽക്കർമ്മങ്ങളുമായി ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട്, അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് അവരെ തൗബ ചെയ്തത്. അല്ലാഹ് റബ്ബേ, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. മില്യൺ കണക്കിന് വിശ്വാസികളാണ് അർഹമുർ റഹീമായ റബ്ബേ പരിശുദ്ധ റമദാനിന്റെ 27 രാവിൽ ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും തൗബ ചൊല്ലാനും ഒരുമിച്ച് കൂടിയത്. അവരെ വീടുകളിൽ അകത്തിന്റെ അകത്തിരുന്ന് കൊള്ളും അവര് തൗബ ചെയ്തപ്പോ റബ്ബേ, നീ അത് കബൂലാക്കണം അല്ലാഹ്, നീ അതൊക്കെ സ്വീകരിക്കണം അല്ലാഹ്. ഇനി ഒരൊറ്റ രാവാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ. ആ രാവ് നമ്മുടെ വീട് പ്രകാശമാക്കാൻ, നമ്മുടെ വീട്ടിലെ വിഷമങ്ങളെ മാറാൻ, നമ്മുടെ വീട്ടിലെ സങ്കടങ്ങളെ മാറാൻ, നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറാൻ, നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടുകൾ മാറാൻ 29 രാവ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അത് നമ്മുടെ വീട്ടിന്റെ അകത്തിരുന്ന് കൊണ്ട് സ്വലാത്തുകളിൽ ദിക്റുകളിൽ ഖുർആൻ ഓതി അല്ലാഹ്. അടുത്ത ഒരു രാവ് വരുമ്പോ ഇതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലാൻ എനിക്ക് കഴിയോ എന്നറിയൂല, സ്വലാത്ത് ചൊല്ലാൻ എനിക്ക് കഴിയോ എന്നറിയൂല. എന്റെ വീട് പ്രകാശമാക്കേണ്ടത് ഞാനാണ്, എന്റെ വീട് വെളിച്ചമാക്കേണ്ടത് ഞാനാണ്, എന്റെ വീട് അല്ലാഹുവിന്റെ പൊരുത്തമുള്ള വീടാക്കി മാറ്റേണ്ടത് ഞാനാ. ഇനി വരാ പോകുന്ന 29 രാവിലെ അവനവന്റെ വീട്ടിലിരുന്ന് ആ വീട് പ്രകാശമുള്ളതാക്കുക, ആ വീട് പൊരുത്തമുള്ള വീടാക്കുക, ആ വീട് അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള വീടാക്കുക. ഭർത്താക്കന്മാരും ചെറുപ്പക്കാരൊക്കെ പള്ളിയിൽ പോയി ഇത്തികാഫിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെ വീടിന്റെ കത്തളങ്ങളിൽ ഇരുന്നുകൊണ്ട് സ്വലാത്ത് ചൊല്ല്, ദിക്റുകൾ ചൊല്ല്, തൗബ ചൊല്ല്. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹ്
കത്തിയാലുള്ള ഭയാനകമായ നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയാൽ എന്റെ അറിവിന്റെ രാവ് കേൾക്കുന്ന റമദാൻ രാവ് കേൾക്കുന്ന എല്ലാ ഉമ്മമാരോട് സ്നേഹത്തോടെ പറയുകയാണ്, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പറയുകയാണ്, ഫഇന്ന ദഅവാത ഫീഹി, ആ റമദാനിലുള്ള ദുആ ഉണ്ടല്ലോ മുസ്തജാബത്തുൽ ഇജാബത്തുള്ളതാണ് സഹാബാ. റമദാൻ, റമദാനിന്റെ വിട പറച്ചിൽ വിശ്വാസികൾക്ക് നഷ്ടമാണ് സഹാബാ. റമദാനിന്റെ വിട പറച്ചിൽ വിശ്വാസികൾക്ക് നഷ്ടമാണ് സഹാബാ. കാരണം എന്താണ്? ഫഇന്ന ദഅവാത ഫീഹി മുസ്തജാബാ. ആ റമദാനിൽ ഓരോരുത്തരും ദുആ ചെയ്യുന്നത് അല്ലാഹു ഉത്തരം കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. ആര് ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം കൊടുക്കുന്നതാണ്. വസ്സദഖാതു മഖ്ബൂലാ. പരിശുദ്ധമായ റമദാൻ മാസം ചെയ്യുന്ന സദഖകൾ അല്ലാഹു കബൂലാക്കുന്നതാണ്, അല്ലാഹു സ്വീകരിക്കുന്നതാണ്, അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ പവിത്രമായ വിശുദ്ധമായ റമദാൻ മാസത്തിൽ പാവപ്പെട്ട യതീമക്കൾക്ക് വേണ്ടി വീട് വെക്കാൻ റമദാൻ നിലാവിന്റെ അറിവിൻ നിലാവിന്റെ കുടുംബങ്ങളെ മനസ്സുകൊണ്ട് നേർച്ചയാക്കിയത്. ഇന്നലെ റമദാൻ അറിവിൻ നിലാവിന്റെ 27 മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ഉമ്മമാരാണ്, ലക്ഷക്കണക്കിന് ബാപ്പമാരാണ് പാവപ്പെട്ട യതീമക്കൾക്ക് വീട് വെക്കാൻ അവരെ മനസ്സുകൊണ്ട് നേർച്ചയാക്കിയത്. സ്വർണങ്ങളും സംഭാവനകളും യതീമക്കൾക്ക് വേണ്ടി നീക്കി വെച്ചു. അല്ലാഹ് നീ അവരെ കബൂലാക്കണം അല്ലാഹ്, നീ അവരെ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വസ്സദഖാത മഖ്ബൂലാ. റമദാൻ മാസം ചെയ്യുന്ന സദഖകൾ മുഴുവനും മഖ്ബൂലത്തുൻ, അത് ഒരിക്കലും തട്ടിക്കളയൂല സഹാബാ. അത് അല്ലാഹു സ്വീകരിക്കും സഹാബാ, അത് അല്ലാഹു കബൂലാക്കും സഹാബാ. എന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വൽ ഹസനാതു മുളാഅഫാ. ചെയ്യുന്ന നന്മ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇരട്ടി പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുന്നതാണ് സഹാബാ. ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്, ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്, ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. ഒരു ചെറിയ നന്മ ചെയ്താൽ, ഒരു ചെറിയ നന്മ ചെയ്താൽ ആ നന്മക്ക് പോലെ അല്ലാഹു റമദാനിൽ 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൽ അദാബ മദ്ഫൂആ. അല്ലാഹു തീരുമാനിച്ചു വെച്ച അദാബുണ്ടെങ്കിൽ അതെല്ലാം തട്ടിമാറുന്നതാ സഹാബാ, അതെല്ലാം തട്ടിമാറ്റുന്നതാണ് സഹാബാ, അതെല്ലാം തട്ടിമാറ്റുന്നതാണ് സഹാബാ. എന്നിട്ട് അവസാനം മുത്തുനബി പറയാണ്, ഫഅയ്യ മുസീബത്തിൽ അലമു മിൻ ദഹാബി റമളാൻ. ഇതല്ലേ റമളാൻ മാസം പോകുമ്പോ നമുക്ക് നഷ്ടം വരുന്നത്. പരിശുദ്ധമായ റമളാൻ മാസം നമ്മളോട് വിട പറയുമ്പോ ഇതിനേക്കാൾ വലിയ നഷ്ടമേതാ പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ വലിയ നഷ്ടമേതാ പ്രിയപ്പെട്ടവരെ. പുണ്യമായ റമളാന് വിട പറയുമ്പോ ഈ സുഹൃതങ്ങളെല്ലാം വേറൊരു മാസത്തിൽ അല്ലാഹു നമുക്ക് തരൂലല്ലോ, ഈ സുഹൃതങ്ങളെല്ലാം വേറെ ഒരു മാസത്തിൽ അല്ലാഹു നമുക്ക് തരൂലല്ലോ. ഇത് റമളാനിലുള്ള തരുന്ന ഓഫറാണ്, ഇത് റമളാനിൽ മാത്രം അല്ലാഹു നമുക്ക് തരുന്ന ഓഫറാണ്. ഫഇദാ ബഖത്തിസ് സമാവാതു വൽ അർളു അജ്ലിനാ ഫനഹനു അഹക്കും ബിൽ ബുകാ. ആകാശഭൂമി ലോകങ്ങൾ കരയുന്നത് കണ്ടില്ലേ? ആകാശഭൂമി ലോകങ്ങൾ റമളാൻ മാസം വിട പറയുമ്പോ കരയുന്നത് കണ്ടില്ലേ? അല്ലാഹുവിന്റെ ആകാശങ്ങളെ നീലിമയുടെ നിറം ചാട്ടി നീലാകാശം വട്ടമിട്ട് ഭംഗിയോടെ നിൽക്കുമ്പോ ആ ആകാശം റമളാൻ വിട പറയുന്നത് ഓർത്ത് കരയുകയാണ്, ഭൂമി കരയുകയാണ്. ഫനഹനു അഹ്കുൽ ഇലൈനാ
ഫനഹ്നു അഹഖും ബിൽ ബുകാ. നമ്മളല്ലേ കരയേണ്ടത് സ്വഹാബ, നമ്മളല്ലേ കരയേണ്ടത് സ്വഹാബ. വിശുദ്ധിയുടെ നാളുകൾ പോകുമ്പോ നമ്മുടെ കണ്ണല്ലേ നിറയേണ്ടത്. ആകാശങ്ങളുടെ കണ്ണ് നിറയുന്നതിലേറെ നമ്മുടെ കണ്ണ് നിറയണം മുഅ്മിനേ. ഭൂമിലോകത്തിന്റെ കണ്ണ് നിറയുന്നതിലേറെ നമ്മുടെ കണ്ണുകൾ നിറയണം മുഅ്മിനേ. ഫനഹ്നു അഹഖും ബിൽ ബുകാ. റമളാനിവിടെ പറയുമ്പോ നമ്മളാണ് കരയേണ്ടത്, നമ്മളാണ് കരയേണ്ടത്. അല്ലാഹുവേ, ആ റമളാൻ മാസം വിട പറയുമ്പോ ആകാശ ഭൂമി ലോകങ്ങൾ മുഴുവനും കരഞ്ഞുകൊണ്ട് റബ്ബിനോട് വിഷമം പറയുമ്പോ നമുക്കെന്തേ കരച്ചിൽ വരണ്ടേ? ഇനി ഒരു റമളാൻ എനിക്കുണ്ടോ റബ്ബേ? ഇനി ഒരു നോമ്പ് എനിക്കുണ്ടോ റബ്ബേ? ഇനി ഒരു തറാവ് എനിക്കുണ്ടോ റബ്ബേ? മഗ്ഫിറത്തിന്റെ രാവുകൾ ഇനി എനിക്കുണ്ടോ അല്ലാ? റഹ്മത്ത് ചൊരിയുന്ന റമളാനിനെ പോലെ റഹ്മത്ത് ചൊരിയുന്ന രാവുകൾ എന്റെ ജീവിതത്തിൽ ഇനി വരയാനുണ്ടോ അല്ലാ? ഇത് ജീവിതത്തിൽ അവസാനത്തെ റമളാനാക്കല്ലേ റബ്ബേ. ഇത് ജീവിതത്തിൽ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ. പരിശുദ്ധമായ പുണ്യമായ റമളാൻ വിട പറയുകയാ. പുണ്യമായ റമളാൻ വിട പറയുകയാ. റമളാനിലെ വെള്ളിയാഴ്ച ഇന്ന് വിട പറയുകയാണ്. പുണ്യമായ റമളാനിലെ വെള്ളിയാഴ്ച ഇന്ന് വിട പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ റമളാൻ വിട പറയുമ്പോ കണ്ണീരോടെ നമുക്ക് 100 ഇസ്തിഗ്ഫാർ ചൊല്ലി ഇന്ന് രാത്രി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാ, ഞങ്ങളെ മരണപ്പെട്ട ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ, ഞങ്ങളെ മരണപ്പെട്ട ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ, ആരാരുമില്ലാത്ത ഖബറിന്റെ അകത്ത് ഞങ്ങളെ ഒറ്റയ്ക്ക് കിടക്കുമ്പോ ഞങ്ങളെ ഖബറിടത്തിലേക്ക് നിന്റെ സവാബിനെ എത്തിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ ഖബറിലേക്ക് റമളാനിന്റെ പ്രകാശം എത്തിച്ചു തരണമല്ലാ. റമളാനിന്റെ പ്രകാശം എത്തിച്ചു തരണമല്ലാ. റമളാനിന്റെ പ്രകാശം എത്തിച്ചു തരണമല്ലാ. റമളാനിന്റെ പ്രകാശം എത്തിച്ചു തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, അല്ലാഹുവേ, വിശുദ്ധമായ റമളാൻ മാസം വിട പറയുമ്പോ, വിശുദ്ധമായ റമളാൻ മാസം വിട പറയുമ്പോ, പവിത്രതയുള്ള റമളാൻ മാസം വിട പറയുമ്പോ ഇനി ഒരു രാവാ നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹ്, ഇനി ഒരു രാവാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി ഒരു രാവാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ രാവ് നമ്മൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുക. 29 രാവ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ 29 രാവിനെ നല്ലതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ നാട്ടിലെ പള്ളികളിലും മദ്രസകളിലും മഹല്ലുകളിലൊക്കെ പ്രോഗ്രാം നടക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനെയും മക്കളെയും നമ്മൾ പറഞ്ഞു വിടുമല്ലോ. അല്ലാ, അവര് പള്ളിയിൽ പോയി എഴുത്തിക്കാഫിരുന്ന് തറാവി നിസ്കരിച്ച് ദിക്റ് ദുആ തൗബ ചെയ്ത് മടങ്ങി വരുമ്പോ എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, നമ്മുടെ വീട് 29 രാവിൽ നമ്മൾ പ്രകാശിപ്പിക്കുന്ന വീടായി മാറണോ. 29 രാവോടുകൂടെ ഈ വർഷത്തെ പരിശുദ്ധമായ റമളാൻ വിട പറയുമ്പോ അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് ദിക്റുകൾ, തക്ബീറുകൾ, സ്വലാത്തുകൾ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ എന്ന് പറഞ്ഞ് പള്ളികളിൽ നിന്ന് ഉസ്താദുമാരും പ്രിയപ്പെട്ടവരെ റമളാനോട് സലാം പറയുമ്പോ വീട്ടിലിരുന്ന് നമുക്ക് ചൊല്ലാം. വീട്ടിലിരുന്ന് റമളാനിനെ നമുക്ക് യാത്രയാക്കാം. എല്ലാ സഹോദര സഹോദരിമാരും മറക്കരുതേ, മറക്കരുതേ. നാളെ 29 രാവാ.
നാളെ 29 രാവാ, നാളെ 29 രാവാ, റമദാനിലെ അവസാനത്തെ രാവാ, ഈ റമദാനിലെ അവസാനത്തെ രാവാ, ഈ റമദാനിലെ അവസാനത്തെ രാവാ. ആ അവസാനത്തെ രാവിലെ ഇരുന്നുകൊണ്ട് വീട്ടിൽ നിന്ന് റമദാനിനോട് സലാം പറയുക. എന്റെ റൂമിന്റെ അകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് സലാം പറയുക റമദാനിനോട്. റമദാനെ വിട പറയുകയാണ്. ഇനി നീ വരുമ്പോ ഈ ഉമ്മയുണ്ടോ എന്നറിയൂല, ഈ ഉമ്മാമയുണ്ടോ എന്നറിയൂല, ഈ പാപ്പയുണ്ടോ വലിയപ്പയുണ്ടോ എന്നറിയൂല. അടുത്ത വർഷം വരുമ്പോ ഈ റൂമിന്റെ അകത്തിരുന്ന് ഇതുപോലെ മജ്‌ലിസ് കേട്ട് സ്വലാത്ത് ചെല്ലാൻ ദിക്ർ ചെല്ലാൻ ഞാനുണ്ടോ എന്നറിയൂല. റമദാൻ നാളെ അല്ലാഹുവിന്റെ ലോകത്ത് വന്ന് എനിക്കെതിരെ സാക്ഷി നിൽക്കരുത്, എനിക്ക് അനുകൂലമായി സാക്ഷി പറയണോ അല്ലാ. അതിനാണ് മുത്തുനബി ദുആ ചെയ്തത്, അല്ലാഹുമ്മ അജ്അൽനാ മിമ്മൻ ശഹീദ ലഹും ശഹ്റ റമദാൻ. അല്ലാ മഹാന്മാരെ ദുആ ചെയ്തില്ലേ, റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തി റബ്ബേ, റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തി റബ്ബേ, റമദാൻ മാസം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തി റബ്ബേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കണ്ണീരോടെ നമ്മൾ യാത്ര പറയണം. ആകാശഭൂമികൾ കരയുമെന്ന് മുത്തുനബി പറയുമ്പോ നമ്മൾ കരഞ്ഞിട്ടില്ലെങ്കിൽ സങ്കടമല്ലേ? ആകാശഭൂമി ലോകങ്ങൾ, ആകാശഭൂമി മുഴുവനും അല്ലാഹുവിന്റെ റമദാൻ, പരിശുദ്ധ റമദാനിന്റെ വിട പറച്ചിൽ ആലോചിച്ച് കരയുമ്പോ നമ്മുടെ കണ്ണെന്ന് നിറയണ്ടേ, നമ്മുടെ കണ്ണെന്ന് നിറയണ്ടേ. നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നൊരു മാസം റമദാനല്ലാതെ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? സ്വർഗത്തിന്റെ കവാടങ്ങളെ മറക്ക തുറക്കപ്പെട്ട മാസം റമദാനല്ലാതെ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? പിശാചിന് ചെങ്ങലക്കിട്ട മാസം റമദാനല്ലാതെ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? സുഹൃതങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകുന്ന മാസം റമദാനല്ലാതെ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? ചെയ്യുന്ന സദഖകൾക്ക് അല്ലാഹു ഇരട്ടി പ്രതിഫലം തരുന്ന മാസം റമദാനല്ലാതെ നമുക്ക് കാണാൻ പറ്റുമോ? പാവപ്പെട്ട യതീമക്കൾക്ക് സ്നേഹ വീടൊരുക്കി കൊടുക്കുമ്പോ റമദാനിലാവ് കേൾക്കുന്ന ഓരോ എന്റെ ഉമ്മമാരോടും പാപ്പമാരോടും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നല്ല നീയത്ത് വെച്ചിട്ട് മറക്കരുത്. യതീമക്കളെ നിങ്ങൾ മറന്നു പോവരുത്, അവരെ ചേർത്ത് പിടിക്കുക. അറിവിന്ദിലാവിനോട് അവിടെ നിലാവിന്റെ കാരുണ്യ പദ്ധതികളിൽ എല്ലാവരും പങ്കാളികളാവുക. ഒരാളും മാറി നിൽക്കരുത്, എല്ലാവരും പങ്കാളികളായി അല്ലാഹുവിന്റെ ലോകത്ത് വരുമ്പോ നമുക്ക് വിളിച്ചു പറയാമല്ല, പാവപ്പെട്ട യതീമിനെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ സഹായിച്ചു റബ്ബേ. പരിശുദ്ധ റമദാനിലാണ് ഞാനത് ചെയ്തതല്ല. ഇനി നൽകിയത് എന്നെ കൊണ്ട് കഴിയുന്ന സമയത്താണെങ്കിലും റമദാനിൽ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആ തീരുമാനം എടുത്തിട്ടുണ്ട്. അല്ലാ, ഒരു പക്ഷേ എനിക്ക് സാമ്പത്തികമായി അള്ളാഹു കഴിവ് തരുമ്പോഴാണ് ഞാൻ സഹായിക്കുന്നത്. പക്ഷേ എന്റെ മനസ്സിന്റെ അകത്ത് ഞാൻ ആ തീരുമാനം എടുത്തത് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാവാറാവില്ല. അല്ലാ അല്ലാ, ആ ഒരു നീയത്തിന്റെ കാരണം കൊണ്ട് എനിക്ക് നല്ല ഒരു മരണം തരണമല്ല, എനിക്ക് നല്ലൊരു മരണം തരണമല്ല, എനിക്ക് നല്ല ഒരു മരണം തരണമല്ല, എനിക്ക് നല്ല ഒരു മരണം തരണേ തമ്പുരാനെ. അങ്ങനെയാ നമ്മുടെ പ്രാർത്ഥന വരേണ്ടത്, അങ്ങനെയാ നമ്മുടെ ദുആ വരേണ്ടത്, അങ്ങനെയാ നമ്മുടെ പ്രാർത്ഥനകൾ വരേണ്ടത്. ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്ന കരയാമെന്ന് രാത്രി കണ്ണീരോടെ 100 ഇസ്തിഗ്ഫാർ ചൊല്ലി. പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിനെ കണ്ണീരോടെ നമുക്ക് 100 ഇസ്തിഗ്ഫാർ എന്ന് ചൊല്ലാം. അല്ലാഹുവേ അല്ലാഹുവേ, പുണ്യമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാഹ്,
പവിത്രമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. പവിത്രമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ടോ, എന്തെല്ലാം ഉദ്ദേശങ്ങൾ ഞങ്ങളെ മനസ്സിലുണ്ടോ, എല്ലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു തരണേ റഹ്മാനേ, സാധിപ്പിച്ചു തരണേ റഹ്മാനേ, സാധിപ്പിച്ചു തരണേ റഹ്മാനേ. എന്തെല്ലാം ഉദ്ദേശമുണ്ടോ എല്ലാം നീ സാധിപ്പിച്ചു തരണേ റഹ്മാനേ. അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് റമളാനിനോട് സലാം പറയണം. അവസാന രാവിൽ 29-ാം രാവ് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ എല്ലാവരും മനസ്സുകൊണ്ട് ഇപ്പൊ തന്നെ കരുതിയിരിക്കാം. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 29-ാം രാവിൽ കുടുംബസമേതം ഇൻഷാ അല്ലാഹ് കുടുംബസമേതം അൽഹംദുലില്ലാ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് വീട്ടിലിരുന്ന് പരിശുദ്ധ റമളാനിനോട് നമുക്ക് സലാം പറയണം. നമ്മുടെ വീട് റമളാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വീടായി മാറണം. നല്ലൊരു വീട് അല്ലാഹു നമുക്ക് തന്നിട്ട്, നല്ലൊരു ഭവനം അല്ലാഹു നമുക്ക് തന്നിട്ട് എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും ഒരു 3 പ്രാവശ്യം. എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും. എല്ലാവരും ഇൻഷാ അല്ലാഹ്. വീടിന്റെ ഓരോ റൂമിന്റെ അകത്തിരുന്നിട്ട് അകത്തളങ്ങളിൽ ഇരുന്നിട്ട് നമ്മൾ ചൊല്ലാം. നമ്മുടെ വീട്ടിലിരുന്ന് അവസാനമായി അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ എന്ന് പറയുമ്പോ നെഞ്ചു പൊട്ടിയിട്ട് സ്വന്തം വീട്ടിന്റെ അകത്തിരുന്ന് റൂമിന്റെ ഉള്ളിലിരുന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പൊട്ടിക്കരയണം. റൂമിന്റെ ഉള്ളിലിരുന്നിട്ട് റമളാനിനോട് സലാം പറഞ്ഞ് അല്ലാഹ് ഇനിയൊരു റമളാൻ, ഇനിയൊരു പുണ്യ റമളാൻ നമ്മളിലേക്ക് എന്നാണെന്നറിയൂല. ഇനിയൊരു പുണ്യ റമളാൻ നമ്മളിലേക്ക് എന്നാണെന്നറിയൂല. അല്ലാഹുവേ നീ കബൂലാക്കുക അല്ലാഹ്, നീ സ്വീകരിക്കുക അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവിധ വിഷമങ്ങളും എല്ലാവിധ പ്രയാസങ്ങളും നീ സലാമത്താക്കണേ അല്ലാഹ്, നീ സലാമത്താക്കണേ അല്ലാഹ്. റമളാനിൽ അവസാനത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങളെ യതീമായ കുഞ്ഞു മക്കളുടെ വീട്ടിലേക്ക്, സ്നേഹ വീട്ടിലേക്ക് എത്രയോ സഹോദര സഹോദരിമാരെ റമളാനിന്റെ അവസാന ഈ നിമിഷങ്ങളിൽ 27-ാം രാവിന്റെ പവിത്രമായ ഇന്നലത്തെ രാവിൽ റബ്ബേ നേർച്ചകൾ, സംഭാവനകൾ അക്കൗണ്ട് വഴി യതീമക്കൾക്ക് വേണ്ടി അയച്ചവരുണ്ട്, നേർച്ചയാക്കിയവരുണ്ട്, ഇവിടെ കൊണ്ടുവന്നവരുണ്ട്, കാണുന്ന വഴിയിൽ നിന്നൊക്കെ കൊണ്ടുവന്നവരുണ്ട്, സ്വർണങ്ങൾ തന്നവരുണ്ട്, നേർച്ചയാക്കിയവരുണ്ട്. അവസാന വെള്ളിയാഴ്ച ഞങ്ങൾ ചോദിക്കുകയാണ്, നീ അവർക്ക് ബറക്കത്ത് നൽകുക അല്ലാഹ്, നീ അവർക്ക് റഹ്മത്ത് നൽകുക അല്ലാഹ്, നീ അവർക്ക് സന്തോഷം നൽകുക അല്ലാഹ്, നീ അവർക്ക് ഖൈർ നൽകുക അല്ലാഹ്, നീ അവർക്ക് റഹ്മത്ത് നൽകുക അല്ലാഹ്, നീ അവർക്ക് റാഹത്ത് നൽകുക അല്ലാഹ്. അവര് ആ നേർച്ചയാക്കിയപ്പോ അവരെ മനസ്സിൽ എന്ത് ആഗ്രഹിച്ചാലും സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്.
ഓരോരുത്തരുടെ പേര് പറയാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ആരെയും നമ്മൾ മറക്കൂല. എപ്പോഴും ദുആ ചെയ്യും, എപ്പോഴും ആ ദുആ ഉണ്ടാകും. മാത്രമല്ല അടുത്ത റമദാനിൽ നിങ്ങൾ തന്ന ഈ സംഭാവനകൾ, ആ സംഭാവന കൊണ്ട് വീടൊരുക്കിയിട്ട് ആ വീട്ടിലിരുന്ന് അടുത്ത റമദാനിൽ തറാവി നിസ്കരിക്കാനും നോമ്പെടുക്കാനും ആ വീട്ടിലെ യതീമക്കൾക്ക് കഴിയണം. നോമ്പ് കഴിഞ്ഞ ഉടനെ വീടിന്റെ പണി നമ്മൾ ആരംഭിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമാ ബദറുസ്സാദാത്ത് തങ്ങളുപ്പാപ്പ റബ്ബേ മടവൂർ ശൈഖുനാ ബാഖവി ഉസ്താദ്, മഹാന്മാരായ ഉസ്താദുമാരെ പ്രഖ്യാപിച്ച ആ യതീമക്കളുടെ സ്നേഹ വീട് അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ, അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ, അല്ലാഹു വിജയിപ്പിച്ചു തരട്ടെ. കമന്റിലൂടെ ഉസ്താദേ ഉമ്മന്റെ വീടിന്റെ അടുത്തുള്ള അയൽവാസി മരണപ്പെട്ടിട്ടുണ്ട്, അല്ലാഹ് ദുആ ചെയ്യണം. ഒരുപാട് ആളുകൾ ഇന്ന് മരിച്ചവരുണ്ട്. ഇന്നലത്തെ 27 രാവ് കഴിഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു പോയവരുണ്ട്. അല്ലാഹ് അവരുടെ ഖബറുകളെല്ലാം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ. ഇന്ന് ഞാൻ എന്റെ നാട്ടിലെ വെള്ളിയാഴ്ച ജുമാക്ക് പോയപ്പോ അവിടുന്ന് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അവിടുന്ന് യതീമക്കളുടെ കാശിലേക്ക് യതീമക്കളുടെ വീട്ടിലേക്ക് സംഭാവനകൾ അയച്ച് ഏൽപ്പിച്ചവരുണ്ട്. വീരാനാജിയുടെ പ്രിയപ്പെട്ട മകന്റെ അമ്മായിമ്മ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഷാപ്പുകുന്ന ഭാഗത്ത് നിന്ന് ദ്വാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരും സംഭാവനകൾ കൊടുത്തയച്ചവരുമുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, നീ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുക്കുക അല്ലാഹ്, നീ അവർക്കെല്ലാം സന്തോഷം കൊടുക്കുക അല്ലാഹ്, നീ അവർക്കെല്ലാം റാഹത്ത് കൊടുക്കുക അല്ലാഹ്, നീ അവർക്കെല്ലാം നിഅമത്ത് കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ, ഞങ്ങളെ രോഗങ്ങളെ മാറ്റിത്തരണേ. അല്ലാഹുവേ നീ ശിഫയാക്കി തരണമല്ലാ. ഞങ്ങളെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി തരണേ റഹ്മാനേ. എല്ലാവിധ രോഗങ്ങളും നീ ഞങ്ങൾക്ക് ശിഫയാക്കി തരണം റഹ്മാനേ. എല്ലാവിധ രോഗങ്ങളും നീ ഞങ്ങൾക്ക് ശിഫയാക്കി തരണമല്ലാ, ശിഫയാക്കി തരണമല്ലാ. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണമല്ലാ. ഈ മജ്ലിസ് ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കി തരണമല്ലാ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ റാഹത്താക്കി തരണേ റഹ്മാനെ, എല്ലാ സന്തോഷത്തിലാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറുകളെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്ക് അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനേ. പരിശുദ്ധ റമളാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണമല്ലാഹ്. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ തരണമല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ തരണമല്ലാഹ്. ഞങ്ങൾ അടിമന്മാർക്ക് ബർക്കത്ത് നൽകി റബ്ബേ. സഹോദരിമാരുടെ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നവരെ, സഹോദരങ്ങളുടെ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നവരെ എല്ലാവർക്കും നീ ഖൈറ് നൽകണേ റഹ്മാനേ. ബർക്കത്ത് നിഅമത്ത് റാഹത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് റമദാനിൽ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റമദാൻ നമ്മോട് വിട പറയാനായി. അല്ലാഹ് റമദാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി
വളരെ വളരെ ചുരുക്കം ദിവസങ്ങള് മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. എല്ലാ മുഅ്മിനീങ്ങളും ലിങ്കുകളൊന്ന് ഷെയർ ചെയ്യുക, സ്റ്റാറ്റസ് വെക്കുക. അൽഹംദുലില്ലാഹ്, വിശുദ്ധ റമദാനെ നമ്മൾ ഇന്ന് സലാം പറഞ്ഞ് മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് ദിക്ർ തുടങ്ങാണ്. എല്ലാവരും കൂടെ ഇരുന്ന് ദിക്ർ ചൊല്ലണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് ഇനി 1, 2, 3 ദിവസം കൂടി നമുക്ക് ചൊല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ലോണം ഉപയോഗപ്പെടുത്തിക്കോളി. ആവേശത്തോടെ എല്ലാവരും ചൊല്ലാൻ. അല്ലാഹ് തുടങ്ങല്ലേ? ലിങ്കൊക്കെ എല്ലാവരും ഷെയർ ചെയ്തോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്
وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله
وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റബ്ബേ ഞങ്ങളെ മജ്ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഹിജാബത്ത് നൽകണേ റബ്ബേ അർഹമുർറാഹിമായ അല്ലാഹ് മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനെ ഞങ്ങളുടെ എല്ലാവിധ വിഷമങ്ങളും എല്ലാവിധ പ്രയാസങ്ങളും എല്ലാവിധ സങ്കടങ്ങളും നീ ഞങ്ങൾക്ക് മാറ്റിത്തരണമല്ലാഹ് നീ ഞങ്ങൾക്ക് സലാമത്താക്കി തരണമല്ലാഹ് നീ ഞങ്ങൾക്ക് സലാമത്താക്കി തരണേ റബ്ബേ നീ ഞങ്ങൾക്ക് സലാമത്താക്കി തരണേ അല്ലാഹ് اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلنا الجنة يا رب العالمين
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني أرحم الراحمين يا ربي مالك الملوك يا الله രാജാതിരാജനായ റബ്ബേ ഞങ്ങളെ മജ്‌ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് ഏറ്റെടുക്കണം അല്ലാഹ് മുഅ്മിനീങ്ങളെ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്ന ദിക്ർ അല്ലാഹുമ്മ അജ്രിനി മിനന്നാർ എന്ന മഹത്തായ ദിക്ർ നമ്മൾ ചൊല്ലുകയാണ് ഒരു 70 തവണ എല്ലാവരും ചൊല്ലുക പരിശുദ്ധമായ റമദാനിലെ പുണ്യമായ വെള്ളിയാഴ്ച അല്ലാഹ് നമ്മളോട് വിട പറഞ്ഞു പോകുമ്പോ ഇനി ഒരു വെള്ളിയാഴ്ച നമുക്ക് ഈ വർഷം വരാനില്ലല്ലോ അല്ലാഹുവേ ഇനി റമദാൻ വരുമ്പോ ഇനി റമദാനിന്റെ പവിത്രമായ ദിവസങ്ങൾ വരുമ്പോ ഞങ്ങൾ ആരെല്ലാം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയൂല അല്ലാഹ് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാക്കല്ലേ റബ്ബേ അവസാനത്തെ റമദാനാക്കല്ലേ റബ്ബേ അവസാനത്തെ റമദാനാക്കല്ലേ റബ്ബേ اللهم أجرني من النار اللهم أجرني من النار
اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار റബ്ബേ നീ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാഹ് നരകം ഞങ്ങൾക്ക് ഹറാമാക്കണം അല്ലാഹ് നരകം ഞങ്ങൾക്ക് ഹറാമാക്കണം അല്ലാഹ് നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ റബ്ബേ നരകത്തിൽ ഞങ്ങളെ കിടത്തല്ലേ അല്ലാഹ് നരകത്തിന്റെ ഭയാനകമായ അദാബിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ് മുഅ്മിനീങ്ങളെ ആ പവിത്രമായ കുബ്ബ നോക്കിയിട്ട് കുറച്ച് സ്വലാത്ത് ചൊല്ലുക ഹബീബായ തങ്ങളെ പേരിൽ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച മനസ്സറിഞ്ഞിട്ട് കുറച്ച് സ്വലാത്ത് ചൊല്ലുക അല്ലാഹ് അല്ലാഹ് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഹബീബായ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ റബ്ബേ ആ സമയത്ത് എന്റെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ മനസ്സിൽ എന്താണോ നിയത്തുള്ളത് ആ നിയത്തിനെ സാധിപ്പിച്ച് കൊടുക്ക റബ്ബേ എല്ലാരും ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലാ. പരിശുദ്ധമായ അറിവിൻ നിലാവിന്റെ മജ്‌ലിസിൽ ഇരുന്ന് ഞങ്ങളെ ചോദിക്കുകയാണ്, റബ്ബുൽ ഇസ്സത്തായ റബ്ബേ, മദീന കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലാ. മക്ക കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലാ. മദീനത്തെ പോവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലാ. വിട പറയാനായി ഒരുങ്ങുന്ന നമ്മിൽ പരിശുദ്ധ ശഹറോ റമളാൻ. നന്മതൻ കാലം നമ്മിൽ പകർന്ന് വിട പറയാനായി ഒരുങ്ങുന്നു നമ്മിൽ പരിശുദ്ധ ശഹറോ റമളാൻ. നന്മതൻ കാലം നമ്മിൽ പകർന്ന് വിട ചൊല്ലുവാനൊരുങ്ങി. നോമ്പിൻ മഹത്വങ്ങൾ സുഹൃതങ്ങളേറും ശറഫുറ്റ ശഹറോ റമളാൻ. ആത്മീയ മാറ്റം നമ്മിൽ പകർന്ന് വിട പറയാനൊരുങ്ങി. നോമ്പിൻ മഹത്വങ്ങൾ നമ്മിൽ പകർന്ന് ശറഫുറ്റ ശഹറോ റമളാൻ. ആത്മീയ മാറ്റം നമ്മിൽ പകർന്ന് വിട പറയാനൊരുങ്ങി. വിട പറയാനായി ഒരുങ്ങുന്ന നമ്മിൽ പരിശുദ്ധ ശഹറോ റമളാൻ. നന്മതൻ കാലം നമ്മിൽ പകർന്ന് വിട പറയാനൊരുങ്ങി. നോമ്പിൻ മഹത്വങ്ങൾ സുഹൃതങ്ങളേറും ശറഫുറ്റ ശഹറോ റമളാൻ. ആത്മീയ മാറ്റം നമ്മിൽ പകർന്ന് പിരിയുവാനായൊരുങ്ങി. ആത്മീയ മാറ്റം നമ്മിൽ പകർന്ന് പിരിയുവാനായൊരുങ്ങി. വിട ചൊല്ലുവാനായി ഒരുങ്ങുന്നു റമളാൻ. കണ്ണീരിനായി തുന്നിതാ ആശിച്ചു പോകും ജീവിതം മുഴുവൻ റമളാനായെങ്കിൽ. വിട ചൊല്ലുവാനായി ഒരുങ്ങി റമളാൻ. കണ്ണീരിനായി തുന്നു ആശിച്ചു പോകും ജീവിതം മുഴുവൻ റമളാനായെങ്കിൽ. അല്ലാഹുവേ, പരിശുദ്ധ റമളാന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? റാഹത്തല്ലേ? നോമ്പൊക്കെ റാഹത്തല്ലേ?
അല്ലാഹ് 27 നോമ്പായി അല്ലേ? ഇനി വളരെ ചുരുക്കം നോമ്പുകളാണ്, ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രം. ഇന്നലെ അൽഹംദുലില്ലാഹ് ലൈലത്തുൽ ഖദറിന്റെ മഹത്തായ മജ്ലിസ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അൽഹംദുലില്ലാഹ് പരിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ മജ്ലിസിൽ ഇന്നലെ പങ്കെടുത്ത് അല്ലാഹു എല്ലാം നമ്മളിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇന്നലെ ലൈലത്തുൽ ഖദറിന്റെ മജ്ലിസിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അറിവിന്നില്ലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ ആ മഹത്തായ മജ്ലിസിൽ സംഗമിച്ചത്. അവസാനം മജ്ലിസ് കഴിഞ്ഞതിന് ശേഷം മഅദനിൽ നടക്കുന്ന ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന സമ്മേളനത്തിൽ തൗബയിലും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ പ്രാർത്ഥനാ മജ്ലിസിലും അൽഹംദുലില്ലാഹ് നമുക്ക് പങ്കെടുക്കാൻ, ലൈവായി പങ്കെടുക്കാൻ നമ്മുടെ ചാനലിലൂടെ തന്നെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് എല്ലാം അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ ഇന്നലെ പതിരാ സമയം വരെ ഇന്നലെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ മജ്ലിസിൽ ഇരിക്കാൻ, ഈ പവിത്രമായ മജ്ലിസിൽ ഇരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നു. അല്ലാഹുവേ നീ അതൊക്കെ കബൂലാക്കണേ അല്ലാ, നീ അതൊക്കെ സ്വീകരിക്കണേ അല്ലാ, നീ അതെല്ലാം സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും അൽഹംദുലില്ലാഹ് 1 മില്യൺ ആളുകളെ പരിശുദ്ധമായ 27-ാം രാവിന്റെ ലൈലത്തുൽ ഖദറിന്റെ മജ്ലിസ് അൽഹംദുലില്ലാഹ് കണ്ടു. അല്ലാഹു അതൊക്കെ റബ്ബ് നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമ്പോഴാണ് അതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരുന്നത്. ലിങ്കുകൾ ഷെയർ ചെയ്തവരുണ്ട്, അൽഹംദുലില്ലാഹ് സ്റ്റാറ്റസുകൾ വെച്ചവരുണ്ട്, മറ്റുള്ളവർക്ക് ലിങ്കുകൾ ഷെയർ ചെയ്ത് പകർന്നു കൊടുത്തവരുണ്ട്. അൽഹംദുലില്ലാഹ് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ പകർന്നു കൊടുത്തപ്പോഴാണ് മറ്റുള്ള ആളുകൾക്ക് അത് എത്തിയത്. നിങ്ങളുടെ ഓരോ സ്റ്റാറ്റസുകളും നിങ്ങളുടെ ഓരോ ഷെയറുകളും ഈ മജ്ലിസ് മറ്റുള്ള ആളുകളിലേക്ക് കാണാനും അവർക്ക് എത്താനും അത് കാരണമാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് നൽകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട യതീം മക്കളുടെ ഭവനത്തിലേക്ക് ഇന്നലെ ലക്ഷക്കണക്കിന് ആളുകൾ നേർച്ചയാക്കി. എല്ലാം അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മുടെ എല്ലാ മുറാദും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വരുന്ന മെയ് മാസം 11-ാം തീയതി അറിവിന്നില്ലാവിന്റെ മജ്ലിസ് മടവൂരിൽ വെച്ച് നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ എല്ലാവരെയും അന്നേക്ക് ഇൻഷാ അല്ലാഹ് മടവൂരിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് വിഷയം പറയുകയാണ്. വിഷയത്തിലേക്ക് നമ്മൾ വരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ. റമളാൻ മാസത്തോട് നമ്മൾ സലാം പറയുകയാണ്. റമളാൻ മാസം നമ്മോട് വിട പറയാൻ ഇന്നിപ്പോ 27 ആയി അല്ലേ? 27 ആയി. ഇനി 28, 29, 30 ഇൻഷാ അല്ലാഹ് വളരെ ചുരുക്കം ദിവസങ്ങൾ. ഇനി ഒരൊറ്റ രാവ് ഒന്ന് മാത്രമേ ഉള്ളൂ, 29-ാം രാവ്. അന്ന് എല്ലാവരും വീട്ടില് നമ്മുടെ മഹത്തായ മജ്ലിസിൽ നിങ്ങൾ കൂടണം. അന്ന് എല്ലാവരും പങ്കെടുക്കണം. 29-ാം രാവും കൂടി മാത്രമേ ഇനി നമുക്ക് വരാനുള്ളൂ. 29-ാം രാവും കൂടി മാത്രം എല്ലാവരും അന്ന് ഉണ്ടാവണം. എല്ലാവരും നല്ല റാഹത്തോടെ ഇന്ന് തന്നെ നല്ല നിയ്യത്ത് വെച്ചിരിക്കുക. മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന ദിക്റ് അല്ലാഹ് വലിയ മഹത്വമുള്ള ദിക്റാണ്, വലിയ മഹത്വമുള്ള ദിക്റാണ്. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്ന ദിക്റ് അവസാന 10-ലെ ഓരോ വിശ്വാസിയും ചൊല്ലേണ്ട ദിക്റാണ്. ഓരോ വിശ്വാസിയും മനസ്സറിഞ്ഞ് ചൊല്ലേണ്ട ദിക്റാണ്. അല്ലാഹ് നീ കബൂൽ ചെയ്യണേ റബ്ബേ, സ്വീകരിക്കണം അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതിന്റെ അർത്ഥം ആലോചിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ചൊല്ലുക. അല്ലാഹുമ്മ അല്ലാഹുവേ അഅ്തിഖ്നി, നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഭയാനകമായ നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. വാദ്ഖിൽനിൽ ജന്ന,
സ്വർഗത്തിൽ കടത്തിത്തരണേ. اللهم إنك عفو تحب العفو فاعف عني. നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് കൊടുക്കുന്നവനാണ്. ഞങ്ങളോട് നീ മാപ്പാക്കണേ, ഞങ്ങളോട് നീ മാപ്പാക്കണേ. റബ്ബ് നമുക്ക് മാപ്പ് തരുന്നതാ, അല്ല നമ്മോട് പൊറുക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ദിക്ർ ചൊല്ല, അർത്ഥം ആലോചിച്ച് ചൊല്ലണം. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم اعتقني من النار وادخلني الجنة يا رب العالمين.
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخلني الجنة يا رب العالمين
اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني أرحم الراحمين يا ربي മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനേ ഈ പവിത്രമായ റമളാനിന്റെ അവസാനത്തെ പത്തിലെ ഈ മുത്തുമുഅ്മിനീങ്ങൾ ഒരുമിച്ച് നിന്നിലേക്ക് ഉയർത്തിയ ഈ കരങ്ങളെ നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാഹ് നീ ഞങ്ങളെ ഖായിബാക്കി മടക്കല്ലേ നാദാ പാപഭാരങ്ങൾ എത്ര വലുതാണെങ്കിലും ഞങ്ങളോട് നീ പൊറുക്ക് റബ്ബേ പാപഭാരങ്ങൾ എത്ര വലുതാണെങ്കിലും ഞങ്ങൾക്ക് നീ പൊറുക്ക് അല്ലാഹ് എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നീ ഞങ്ങൾക്ക് നീ അഫ്വ നൽകണേ റബ്ബേ ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ മനസ്സിന്റെ അകത്ത് അനുഭവിക്കുന്നവരാണ് ഞങ്ങള് ഈ റമദാനിന്റെ അവസാനത്തെ 10 സാക്ഷിയാക്കി നിന്നോട് ചോദിക്കുകയാണ് നീ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാൻ കത്തിയാളെന്ന നരകത്തിൽ നിന്ന് കോടിക്കണക്കിന് വിശ്വാസങ്ങളെ മോചിപ്പിക്കുന്ന നാവുകളാണ് നരകമോചനം ഞങ്ങൾക്ക് നൽക അല്ലാഹ് നിന്റെ ഭയാനകമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വഖൂദുഹന്നാസ് വൽ ഹിജാറ നരകമെന്നുള്ള ഭയാനകമായ തീകുണ്ടാരത്തിൽ കത്തിക്കപ്പെടുന്നത് പാറക്കല്ലുകളും മനുഷ്യരുമാണ് റബ്ബേ മനുഷ്യരെ നരകത്തിൽ വലിച്ചെറിയുമല്ലോ പാറക്കല്ലുകളെ കല്ലുകളെ കത്തിക്കുമല്ലോ മനുഷ്യരെ കത്തിക്കുമല്ലോ ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഭയാനകമാണ് പേടിയുള്ളതാണ് അല്ലാഹ് ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപഭാരങ്ങളെ പേടിയുള്ളതാണ് റബ്ബേ റഹ്മാനായ അല്ലാഹ് റഹീമായ അല്ലാഹ് മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ റഹ്മാനേ നീ ഞങ്ങൾക്ക് അഫ്വ നൽകണേ റഹ്മാനേ നീ ഞങ്ങൾക്ക് അഫ്വ നൽകണേ റഹ്മാനേ നീ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനേ നീ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനേ ഞങ്ങളെ ഒരാളെയും നീ നരകത്തിൽ എറിയല്ല അല്ലാഹ് ഞങ്ങളെ ഉസ്താദുമാര് ഭാര്യ ഭർത്താവ് മക്കളെ മരുമക്കൾ പേരമക്കൾ കൂട്ടുകുടുംബങ്ങൾ കൂട്ടുകാർ അറിവിന്ദിലാവിന്റെ റമളാനിലാവിന്റെ മജ്ലിസ് കേൾക്കുന്ന കുടുംബങ്ങളെ അല്ലാ നരകത്തിന്റെ വിറകുകൊള്ളികളാക്കല്ലേ റബ്ബേ ഏതെങ്കിലും തെറ്റ് കാരണം ഞങ്ങളെ നരകത്തിലേക്ക് നീ വലിച്ചെറിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ 100 ആളുകളെ കൊന്ന ഒരാള് തൗബ ചെയ്തപ്പോ തൗബ സ്വീകരിച്ച അല്ലാഹുവേ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപഭാരങ്ങൾ ഞങ്ങളെ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളുടെ എണ്ണവും പെരുപ്പവും എടുത്തു നോക്കുമ്പോ ഭയാനകമാണ്
അത് ഭയാനകമാണ് റഹ്മാനെ, അത് ഭയാനകമാണ് റഹ്മാനെ. നീ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനെ, നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെടണേ റഹ്മാനെ, നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم اعتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. മരണപ്പെട്ട് ഖബറിന്റെ അകത്ത് ഏകാന്തതയിൽ കിടക്കുന്ന ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ പിന്നാര ബാപ്പ, ഞങ്ങളെ ഉമ്മാവമാര് ഉപ്പാപ്പമാര്, റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹുവേ, 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 നീ എല്ലാം മാപ്പാക്ക് റബ്ബേ. ചെറുവാടിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ഖാന്റെ ഇന്നലെ നമ്മൾ ദ്വാരന്നിരുന്ന പേരക്കുട്ടി ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണുള്ളത്. ഓപ്പറേഷൻ പൂർത്തിയായിട്ടില്ല. വലിയ വിഷമത്തിലാണ് ആ കുടുംബം ഉള്ളത്. ഇപ്പോഴും വന്ന വല്ലാത്ത സങ്കടത്തിൽ കരഞ്ഞ് കുറെ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. നിങ്ങളൊക്കെ ആമീന്റെ ബർക്കത്തുണ്ട്. എല്ലാവരും ആമീൻ പറയാൻ കേട്ടോ. ആ കുഞ്ഞ് രക്ഷപ്പെടണം, ആ കുഞ്ഞ് രക്ഷപ്പെടണം. ഡോക്ടർമാർ വലിയ വിഷമം പറഞ്ഞിട്ടുണ്ട്. അത്ര ചെറിയ കുഞ്ഞാണ്, ചെറിയ പൂമ്പാറ്റ കുട്ടിയാണ്. അള്ളാഹു ആ കുഞ്ഞിന് സലാമത്ത് നൽകട്ടെ. എല്ലാവരും ആമീൻ പറ. അള്ളാഹു ആ കുഞ്ഞിന് സലാമത്ത് നൽകട്ടെ. സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വല്ലാത്ത വിഷമത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബുൽ ഇസ്സത്തായ അല്ലാഹ് ജനലക്ഷങ്ങൾ പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ ഈ ദിവസത്തിൽ ആമീൻ പറയുമ്പോ ഞങ്ങൾ ആ പ്രിയപ്പെട്ട കുഞ്ഞുമോന് വേണ്ടി ഞങ്ങൾ നിന്നോട് കേഴുകയാണ്. റബ്ബേ, നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, പരിപൂർണ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. രോഗത്തിനോട് ഓപ്പറേഷൻ ചെയ്ത് അതിനോട് പ്രതിരോധിക്കാനും അതിനോട് പ്രതികരിക്കാനും പഴയ രൂപത്തിൽ ആ കുഞ്ഞിന്റെ ആയുസ്സിനെ, ആ കുഞ്ഞിന്റെ ആരോഗ്യത്തെ നീ തിരിച്ചു കൊണ്ടുവരണേ അല്ലാഹ്. അല്ലാഹുവേ, മജ്ലിസ് തുടങ്ങുന്നതിന്റെ മുന്നേ ആ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും ഇവിടെ വന്ന് ഒരുപാട് കരഞ്ഞു വല്ലാത്ത സങ്കടത്തിലാണ്. അല്ലാഹുവേ, ഈ ജനലക്ഷങ്ങൾ ഒരുമിച്ച് ആമീൻ പറയുന്ന എല്ലാവരും ആമീൻ പറയും. അല്ലാഹുവേ, ആ കുഞ്ഞിന് നീ സലാമത്ത് നൽകണേ റഹ്മാനെ, നീ സലാമത്ത് നൽകണേ റഹ്മാനെ, നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അങ്ങനെ എത്രയെത്ര ആളുകൾ വീട്ടിലും ഹോസ്പിറ്റലിന്റെ വരാന്തകളിലും റൂമുകളിലും വാർഡുകളിലും സുഖമില്ലാതെ കഴിയുന്നവരെ പരിശുദ്ധ റമദാനിന്റെ പവിത്രമായ അവസാനത്തെ 10 പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ഈ മഹത്തായ രാവിനെ കുറിച്ച് ഞങ്ങൾ രാവിനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുകയാണ്. റബ്ബേ, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണം അല്ലാഹ്, എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനിയൊരു നാളിൽ റമദാൻ വരുമ്പോൾ സ്വാഗതമോദിടുവാൻ തൗഫീഖ് നൽക്, വിധി നൽകുനാഥ, റമദാൻ സ്വീകരിക്കാൻ. ഇനിയൊരു നാളിൽ റമദാൻ വരുമ്പോൾ സ്വാഗതമോദിടുവാൻ തൗഫീഖ് നൽക്, വിധി നൽകുനാഥ, റമദാൻ സ്വീകരിക്കാൻ. ഇനിയൊരു നാളിൽ റമദാൻ വരുമ്പോൾ സ്വാഗതമോദിടുവാൻ തൗഫീഖ് നൽക്, വിധി നൽകുനാഥ,
റമദാൻ സ്വീകരിക്കാൻ കണ്ണീരിൽ മുങ്ങി യാത്രയാക്കുന്നു പരിശുദ്ധ മാസത്തിനെ വിട ചൊല്ലി നമ്മിൽ യാത്രയാകുന്നു പരിശുദ്ധ രാവുകള് കണ്ണീരിൽ മുങ്ങി യാത്രയാകുന്നു പരിശുദ്ധ മാസത്തിനെ വിട ചൊല്ലി നമ്മിൽ യാത്രയാകുന്നു പരിശുദ്ധ രാവുകള് അറിവിൻ നിലാവിൻ കുടുംബങ്ങളിൽ നീ റാഹത്ത് നൽകിടല്ലാ റമളാൻ നിലാവിൻ കുടുംബങ്ങളിൽ നീ സമാധാനം നൽകിടല്ലാ വിട ചൊല്ലുവാനായി ഒരുങ്ങുന്നു റമളാൻ കണ്ണീരിലായി തീടുന്നു ആശിച്ചു പോകും ജീവിതം മുഴുവൻ റമളാനായെങ്കിൽ നോമിൻ മഹത്തങ്ങൾ സുഹൃതങ്ങളേറും ശറഫുറ്റ ശഹറു റമളാൻ ആത്മീയ മാറ്റം നമ്മിൽ പകർന്ന് പിരിയുവാനായൊരുങ്ങി ആത്മീയ മാറ്റം നമ്മിൽ പകർന്ന് പിരിയുവാനായൊരുങ്ങി ആത്മീയ മാറ്റം നമ്മിൽ പകർന്ന് പിരിയുവാനായൊരുങ്ങി ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി നടക്കുന്ന മജ്ലിസിൽ വെച്ച് കാണാം. എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.